ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒത്തുതീർപ്പിനൊടുവിലാണ് സാങ്കേതിക സർവകലാശാല VC-ആയി സിസ ചുമതലയേൽക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ഒട്ടും താല്പര്യമില്ലാതിരുന്ന പേരാണ്. ഈ പേര് ഒഴിവാക്കാൻ വേണ്ടിയാണ് വലിയ രീതിയിൽ ഈ വിഷയം കോടതി വരെ എത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഗവർണറും സർക്കാരും ഒത്തുതീർപ്പിലേക്ക് എത്തുന്നത് സുപ്രീം കോടതി ഇടപെട്ട് സുപ്രീം കോടതി തന്നെ ആളെ നിശ്ചയിക്കും, ചാൻസലറെ നിശ്ചയിക്കുമെന്ന് പറഞ്ഞതോടുകൂടിയാണ് ഒത്തുതീർപ്പിലേക്ക് ഇരുകൂട്ടരും എത്തിയത്. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ സിസ തോമസ് ചുമതലയേൽക്കുകയാണ് സാങ്കേതിക സർവകലാശാല VC-ആയി. വിശദാംശങ്ങൾ. സ്മൃതി, ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. കാരണം സർക്കാരും ഗവർണറും തമ്മിൽ വലിയ തരത്തിലേക്ക് തർക്കങ്ങൾ നിലനിന്നിരുന്ന ഘട്ടത്തിൽ ഒടുവിൽ ആ തർക്കത്തിന് സമവായമായിരിക്കുന്നു സാങ്കേതിക സർവകലാശാലയിൽ സിസ തോമസ് വൈസ് ചാൻസലർ ആകുന്നതിന് വേണ്ടി ചുമതല ഏറ്റെടുക്കാനായി എത്തിയിരിക്കുകയാണ്. സിസയ്ക്കൊപ്പം ഇപ്പോൾ ഇവിടെ താൽക്കാലിക VC-ആയിട്ടുള്ള ഡോക്ടർ K ശിവപ്രസാദ് ഉണ്ട്. രണ്ടുപേരും ഒരു വാഹനത്തിൽ ആണ് സർവകലാശാലയിലേക്ക് എത്തിയത്. ശേഷം പുറത്തേക്ക് ഇറങ്ങി സിസ തോമസിന് പുഷ്പോപഹാരം നൽകിയാണ് ഡോക്ടർ K ശിവപ്രസാദ് ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. ഇപ്പോൾ സിസ മുൻപ് ഒരു തവണ ഇതിനു മുൻപ് സിസ തോമസ് ഇവിടെ സർവകലാശാലയിൽ ചുമതല ഏറ്റെടുക്കാൻ വരുമ്പോൾ വലിയ തരത്തിലേക്കുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. SFIയുടെയും ഇടത് സംഘടനകളുടെയും നേതൃത്വത്തിൽ മുദ്രാവാക്യം മുഴക്കി പോലീസ് സുരക്ഷയിലാണെന്ന് സിസ തോമസ് താൽക്കാലിക VC-ആയി ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലത്ത്, ചാൻസലറായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ചുമതല ഏറ്റെടുത്തത്. പിന്നീട് ഇവിടെ വലിയ തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങൾ തുടർച്ചയായി സിസ തോമസ് എന്ന VC-ക്ക് നേരെ SFIയുടെയും അതോടൊപ്പം തന്നെ ഇടത് സംഘടനയുടെയും നേതൃത്വത്തിലുണ്ടായി. ആ ഘട്ടത്തിലെല്ലാം തന്നെ സർക്കാരും ഇടത് സംഘടനകൾക്ക് ഒപ്പമായിരുന്നു. സിസ തോമസ് ഒരിക്കലും ഇവിടെ VC-ആയി വരരുത് എന്ന നിലപാടായിരുന്നു അന്ന് അവർ എടുത്തത്. എന്നാൽ ആ തർക്കത്തിലൊക്കെ ഏറ്റവും ഒടുവിൽ ചാൻസലർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ആ സമവായം ഉണ്ടായിരിക്കുന്നു. ഗോപാൽ, ഇപ്പോൾ സജി ഗോപിനാഥും ഇന്ന് തന്നെ ചുമതലയേൽക്കുമോ? ഗോപാൽ, ഇപ്പോൾ സജി ഗോപിനാഥും ചുമതലയേൽക്കുമോ? സജി ഗോപിനാഥ് ഇന്ന് ചുമതല ഏൽക്കില്ല. അദ്ദേഹം കോഴിക്കോട് IIM-ലെ പ്രൊഫസറാണ്. പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക് മടങ്ങിയെത്തുകയുള്ളൂ. ഏതാനും ദിവസങ്ങൾ കൂടി അതിന് എടുക്കും എന്നതാണ് അല്പനേരം മുൻപ് അദ്ദേഹത്തിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്. പക്ഷേ സിസ തോമസ് ഉത്തരവ് പുറത്തിറങ്ങി 12 മണിക്കൂർ കഴിയുന്ന ആ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിൽ ഇപ്പോൾ അവർ മുൻപിരുന്ന സമരങ്ങൾ നേരിട്ട് വലിയ തരത്തിലേക്ക് പ്രതിഷേധങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ആ കസേരയിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. മുൻപ് താൽക്കാലിക VC-ആയിട്ടാണ് സിസ തോമസ് എത്തിയതെങ്കിൽ ഇന്ന് സ്ഥിരം VC-ആയി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടാണ് സ്ഥിരം VC-ആയി സാങ്കേതിക സർവകലാശാലയുടെ VC കസേരയിൽ ഇരിക്കുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങൾ, അതായത് ചുമതല ഏറ്റെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ രേഖകളിൽ ഒപ്പിട്ടാണ് ചുമതല കൈമാറുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയാകുന്നു. സിസ തോമസ് ഇപ്പോൾ ആ കസേരയിൽ ഉപവിഷ്ടയായിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ് വലിയ തരത്തിലേക്കുള്ള പോരാണ് സിസ തോമസിന്റെ കാര്യത്തിൽ സർക്കാരും രാജ്ഭവനും ലോക്ഭവനും അതിനോടൊപ്പം തന്നെ ഇടത് സംഘടനകളും എല്ലാം തന്നെ നടത്തിക്കൂട്ടിയത്. മുൻപ് MS രാജശ്രീ സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം പുറത്തായപ്പോൾ അന്ന് ഗവർണർ സ്വന്തം അധികാരം ഉപയോഗിച്ച് സിസ തോമസിനെ താൽക്കാലിക VC-ആയി നിയമിക്കുകയായിരുന്നു. അന്ന് സർക്കാർ നൽകിയ പേരുകളെല്ലാം തഴഞ്ഞാണ് സിസ തോമസിനെ താൽക്കാലിക VC-ആയി അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ചത്. പിന്നീട് വലിയ തർക്കങ്ങൾ, വലിയ അഭിപ്രായ ഭിന്നതകൾ, വലിയ പോരാട്ടങ്ങളൊക്കെയാണ് അതിൽ കണ്ടത്. പലതവണ പല കാര്യങ്ങളിൽ സർക്കാരും സിസയും ഏറ്റുമുട്ടി. പിന്തുണയുമായി ഇത്തരത്തിൽ ഇടത് സംഘടന, വിദ്യാർത്ഥി യുവജന, ഇതിനോടൊപ്പം തന്നെ അധ്യാപക സംഘടനകളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ സിസ തോമസിനെ അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നു. ഒടുവിൽ അതിനുശേഷം അന്ന് സർക്കാർ താല്പര്യപ്പെട്ട സജി ഗോപിനാഥിനെ ഇവിടെ താൽക്കാലിക VC-ആയി കൊണ്ടുവരികയും ചെയ്തു.